എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചാനൽ നിർത്തിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ സന്തോഷിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഇല്ല മക്കളെ, ഞാൻ നിർത്തിയിട്ടില്ല. ഞാനിതാ തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം. എന്ത് തന്നെയായാലും ഈ വർഷം ചാനൽ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഞാൻ ഈ വർഷം അവസാനിപ്പിക്കും. തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കും. ഇതിൽ നിന്ന് ഗുണം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. കാരണം കുറച്ച് കുട്ടികളെങ്കിലും ഈ ക്ലാസ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കമൻറ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസ് ഞാൻ പരമാവധി ഇടാൻ ശ്രമിക്കും. പക്ഷെ ചില എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതായത് എനിക്ക് ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് എനിക്കൊരു കുറച്ച് വയ്യാണ്ടായി. പിന്നെ അതിൻ്റെ വെക്കേഷനിൽ ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ വെക്കേഷനാണ്, ആകെ കൂടി എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നിൽക്കാൻ പറ്റും. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അനിയന് സുഖമില്ലാണ്ട് അവർ പെട്ടെന്നൊരു സർജറി ഒക്കെ വേണ്ടി വന്നു. അപ്പം അങ്ങനെ വീണ്ടും ഞാൻ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല എന്താ കാരണം. ഇപ്പോഴായാലും ഇനി മുടങ്ങാണ്ട് എനിക്ക് ക്ലാസ് കറക്റ്റായിട്ട് വേഗം തന്നെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നില്ല, കാരണം ഇനി എന്തെങ്കിലും വരുമോയെന്ന് എനിക്കറിയില്ല. സോ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. അധികം ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നേരെ നമ്മൾ ലെസണിലേക്ക് കടക്കാൻ പോവാണ്. 8ാമത്തെ ലെസൺ, ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്. നമ്മൾ മുന്നേ ഒരു ലെസൺ പഠിച്ചിട്ടുണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്. അപ്പൊ നമുക്ക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. എന്താണ് ഒരു ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുകളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെ പറയുന്നതാണ് ക്വാഡ്രിലേറ്ററൽ. അത് പലതരമുണ്ട്. റെക്റ്റാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, അങ്ങനെയുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ ഏരിയ, അതിന്റെ വിസ്തീർണം, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലത്തെ റെക്റ്റാങ്കിളും സ്ക്വയറും നമുക്ക് ഓൾറെഡി അറിയാം. റെക്റ്റാങ്കിളും സ്ക്വയറിന്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ കിട്ടും. സ്ക്വയർ ആണെങ്കിലോ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി, അത് കിട്ടും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയിലേക്ക് നമ്മൾ പോവാണ്. അതായത് ഒരു റെക്റ്റാങ്കിളിന് ഒരു 6 സെന്റിമീറ്റർ ലെങ്ത്തും 4 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിൽ നിന്നും ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 6 × 4 24 ആയിരിക്കും എന്ന് നമുക്കറിയാം. ഇനി ഇതിനെ പാരലോഗ്രാം ഇങ്ങനെ ഇരിക്കുക, പാരലോഗ്രാം ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിരിക്കും അല്ലെ, ഇങ്ങനെ ഇരിക്കും. എല്ലാ പാരലോഗ്രാം അങ്ങനെ ഇരിക്കണം എന്നില്ല, ഇങ്ങനെയും ആവാം. റെക്റ്റാങ്കിളും ഒരു പാരലോഗ്രാമാണ്. പാരലോഗ്രാമിന്റെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കും. അപ്പോൾ നോക്കിയ റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമാണല്ലോ. പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ. ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇത്. റെക്റ്റാങ്കിളിന്റെ പിന്നെ നമുക്കറിയാം 4 ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം അതിലും ഓക്കെയാണ്. പിന്നെന്താണ് പാരലോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? ഡയഗണൽസ് ബൈസെക്ട്സ് ഈച്ച് അതർ. ഈ രണ്ട് ഡയഗണൽസ് തമ്മിൽ അതിന്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും കടന്നു പോവുക. ഇതിനും അങ്ങനെ തന്നെയായിരിക്കും, ഇതിന് റെക്റ്റാങ്കിളിനും. അപ്പൊ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരലലോഗ്രാം തന്നെയാണ്. അത് ചോദിച്ചത് എല്ലാ പാരലോഗ്രാംസും റെക്റ്റാങ്കിൾസ് ആവില്ല. കാരണം പാരലോഗ്രാംസിന്റെ ആംഗിൾ ഡിഫറെന്റ് ആയിട്ട് വരും. റെക്റ്റാങ്കിളിന് 90 ഡിഗ്രി വേണമെന്ന് നിർബന്ധമാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലെ. അപ്പൊ റെക്റ്റാങ്കിളിന് ഒരു ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ട് നമ്മൾ പാരലോഗ്രാം ആക്കി മാറ്റുകയാണ് റെക്റ്റാങ്കിൾ. അപ്പൊ അതുവഴി നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു റെക്റ്റാങ്കിൾ ഇപ്പൊ 6 സെന്റിമീറ്റർ ലെങ്ത്തും 4 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ളൊരു റെക്റ്റാങ്കിൾ നമ്മളിങ്ങനെ ഒരു പേപ്പറിൽ വരച്ചിട്ട് ആ വരച്ച ആ ലൈനിലൂടെ അതിനെ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത്തിലേക്ക് ഇപ്പൊ ഇവിടെ വരയ്ക്കും എടുത്തു. എന്നിട്ട്
ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടുള്ളതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഈ ഒരു ട്രയാങ്കിളിനെ. ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കട്ട് ചെയ്തെടുത്ത പീസിനെ അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. മനസ്സിലായ? അപ്പൊ എന്താവും? ഇത് ഇങ്ങോട്ട് നീണ്ടു, ഇവിടെ നിന്ന് ഇങ്ങനെ വരും. അതായത് ഈ ഒരു ട്രയാങ്കിളിനെ എടുത്ത് ഇവിടെ വെച്ചു. അപ്പൊ ഇവിടത്തെ നമ്മളുടെ പോയി. മനസ്സിലായ? ഇത് നമ്മളുടെ പോയി. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിനെയാണ് ഇവിടെ കൊണ്ടുവച്ചത്. അപ്പോ ഇതെന്തായി മാറി? നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടായിരുന്ന, നല്ല 90 ഡിഗ്രിയിൽ ഇരിക്കുന്നുണ്ടായിരുന്ന റെക്റ്റാങ്കിള് ഇങ്ങനെ ചെറിയൊരു പാരലോഗ്രാം ആയിട്ട് മാറി. മനസ്സിലായ? അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ പോർഷൻ, ആ ട്രയാങ്കിളിന് ഒരു ചേഞ്ചും വരുത്താണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പഴയ പോലെ ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്രയാണോ ആ ഏരിയക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിന്റെ ആ ഷേപ്പിന് ഒരു മാറ്റം സംഭവിച്ചു എന്നല്ലാണ്ട് ആ ഏരിയക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലെ? നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ട് അത് കളയല്ല ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്തിട്ടുമില്ല. ആ സെയിം പീസിനെ എടുത്തിട്ടാണ് അവിടെ വെച്ചത്. അപ്പൊ അതൊരു പാരലോഗ്രാം ആയി മാറുകയും ചെയ്തു. പക്ഷെ ഏരിയക്ക് ചേഞ്ച് സംഭവിച്ചില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എന്തായിരിക്കും? 24 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും. അല്ലെ? ഇതിപ്പോ 6 സെന്റിമീറ്റർ ആയിരിക്കും. രണ്ട് നീളത്തിന് വ്യത്യാസം വരില്ല, 6 സെന്റിമീറ്റർ. പക്ഷെ വീതിക്ക് എന്ത് തന്നെയാലും മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ എങ്ങനെയായിരിക്കും അപ്പൊ നമ്മളൊരു പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ ഒരു നീളം ഇവിടെ മുതൽ ഇവിടെ വരെ, അതായത് കറക്റ്റ് 90 ഡിഗ്രിയിൽ മുകളിൽ ഈ മുകളിലത്തെ ഈ ഒരു കോർണറിൽ നിന്ന് നേരെ താഴത്തേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അതിന്റെ നീളവും ഈ ലെങ്ത്തും പിന്നെ പാരലോഗ്രാമിന്റെ ലെങ്ത്തും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ ഈ ഒരു സാധനത്തിന് ഇത് 4 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. 4 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ഉള്ള ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അറിയാം. അപ്പൊ ഇനി വേറെ ഏതെങ്കിലും ഒരു പാരലോഗ്രാം ഇങ്ങനെ തന്നിട്ട് നമ്മളോട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് രണ്ട് സാധനങ്ങളാണ് ആവശ്യമുള്ളത്? ഈ ലെങ്ത് വേണം. ഈ ലെങ്ത് ഇപ്പൊ എത്ര? 8 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ലെങ്ത് അല്ല, ഇതിപ്പോ ഒരു 6 സെന്റിമീറ്റർ എങ്ങാനാണ് വിചാരിച്ചോ. ഇതല്ല നമുക്ക് വേണ്ടത് ഈ ലെങ്ത് ആണ് വേണ്ടത്. അതായത് ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ്. മനസ്സിലായ? ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് നമുക്ക് വേണം പറയാം, ഉയരം. ഈ പാരലോഗ്രാമിന് എത്ര ഉയരമുണ്ട്? ആ നീളമാണ് നമുക്ക് വേണ്ടത്. അത് രണ്ടും കിട്ടി, അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ പാരലോഗ്രാമിന്റെ ഏരിയ കിട്ടി. മനസ്സിലായ? പേജ് നമ്പർ 161 നോക്കിയാൽ can we draw a parallelogram of side 6 cm and 4 cm with area 18 cm? ഏരിയ 18 സെന്റിമീറ്റേഴ്സും സൈഡുകൾ രണ്ടും 6 and 4 വീതം വരുന്നതുമായ ഒരു പാരലോഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നിന്ന് നമ്മളിങ്ങനെ റഫായിട്ട് വരയ്ക്കാം. അപ്പൊ രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് തന്നിരിക്കുന്നത് ഏരിയ ആണ്, 18 സെന്റിമീറ്റേഴ്സ് ഏരിയ. അപ്പൊ 18 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറയുമ്പോൾ ഈ 6 സെന്റിമീറ്റർ ഈ ലെങ്ത്തും പിന്നെ ഏതും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇതിന്റെ ഹൈറ്റ്. അല്ലെ? അതായത് ഈ ഒരു മുകളിലത്തെ കോർണറിൽ നിന്നും ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ നേരെ താഴെ ഓപ്പോസിറ്റ് വരുന്ന ആ സൈഡിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ, അതായത് 90 ഡിഗ്രി ആയിരിക്കും അവിടെ. ഇതിന്റെ ലെങ്ത് അപ്പൊ എത്രയായിരിക്കും? അത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് ആണ് 18. അപ്പൊ അത് എത്രയായിരിക്കും? 3. അല്ലെ? ഇത് 3 ആണ്. അപ്പൊ 6 × 3 18 വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇത് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? 6 സെന്റിമീറ്റർ നീളത്തില് ഒരു ലൈൻ വരച്ചു. റെക്റ്റാങ്കിളിനെ നമ്മളൊരു പാരലോഗ്രാം ആക്കി മാറ്റി. അതായത് റെക്റ്റാങ്കിളിന്റെ ഒരറ്റത്തു നിന്ന് ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ പാരലോഗ്രാം ആക്കി മാറ്റാണ് ചെയ്തത്. അല്ലെ? ആ ഒരു മെത്തേഡ്, ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാനും പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു റെക്റ്റാങ്കിൾ ആണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ റെക്റ്റാങ്കിളിന്റെയും ഈ പാരലോഗ്രാമിന്റെയും സെയിം ഏരിയ ആയിരിക്കും. അല്ലെ? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ഇതിന്റെ ബ്രെഡ്ത്ത്. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? ലെങ്ത് 6ഉം ബ്രെഡ്ത്ത് 3ഉം ആയിരിക്കും. അപ്പോൾ 6 × 3 18. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു?
ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു 3 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ പ്രൊട്രാക്ടറിൽ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ വരച്ചു. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഇതിനെ ഇങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരയ്ക്കണം. മനസ്സിലായോ? ഇനി നമുക്കറിയാം ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് എത്രയാണ് ലെങ്ത്? 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ ആണ് നമ്മുടെ പാരലോഗ്രാമിന്റെ വീതി. അപ്പൊ 4 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഈ ഒരു കോർണറിൽ നമ്മൾ കുത്തിയിട്ട് 4 സെന്റിമീറ്റർ എവിടെയാ വരണേ വെച്ചെങ്കിൽ അവിടെ ഒരു ആർക്ക് വരയ്ക്കണം. അപ്പൊ ആർക്ക് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വരെ കിട്ടി. അപ്പൊ പാരലോഗ്രാമിൽ 2 സൈഡ് നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് വരയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതിന് പേര് കൊടുക്കാം ABCD. ഇതിപ്പം DC എന്ന് പറയുന്ന സൈഡാണ്. A എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് B, അത് കിട്ടണം. ഈ Aയിൽ നിന്നും എത്ര അകലെയാണ് B കിടക്കുന്നത്? 6 സെന്റിമീറ്റർ അകലെയാണ്. അപ്പൊ സ്കെയിലോ അല്ലെങ്കിൽ കോമ്പസിലോ 6 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ അതിവിടെ മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് B എന്ന പോയിന്റ് കിട്ടി. ഇനി ബിയും സിയും കൂടി ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പാരലോഗ്രാം കിട്ടി. മനസ്സിലായില്ലോ? പാരലോഗ്രാം വരയ്ക്കാനായിട്ട് 2 സൈഡും പിന്നെ അതിന്റെ ഏരിയയും കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയാ റെക്റ്റാങ്കിൾ വരച്ചിട്ടാണ്. അപ്പോൾ ഒരു കാര്യം തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാരലോഗ്രാമിന്റെ ബ്രെഡ്ത്ത് തന്നെ ഈ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് കുട്ടികൾ ഓർമ്മയില്ലാണ്ട് വരച്ചു വയ്ക്കും. അവിടെയാണ് മിസ്റ്റേക്ക് വരിക. അപ്പൊ നമ്മൾ പാരലോഗ്രാമിന്റെ ബ്രെഡ്ത്ത് അല്ല നമുക്ക് വേണ്ട, അപ്പൊ ഏരിയയിൽ നിന്നും നമ്മൾ ആ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ലെങ്ത്തിന് എത്രകൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആ ഏരിയ കിട്ടണമെന്ന് നോക്കിയിട്ട് ആ ഹൈറ്റ്, അതാണ് അതിന്റെ ഹൈറ്റ്, അതാണ് റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരിക എന്നുള്ളത് കാര്യം മാത്രം മനസ്സിലാച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. മനസ്സിലായി? അപ്പൊ ഇതുവരെ നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി പാരലോഗ്രാംസ് എന്ന് പറയുന്ന ഭാഗം ആണ് ഇനി അടുത്തത്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം.